മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കാൻ നോക്കുന്നു. മലയാളികൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ഡയലോഗുകൾ ഒന്നാണിത്. സത്യത്തിൽ ഭൂവിസ്തൃതിയുടെ സിംഹഭാഗവും മണൽ നിറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ എന്തിനാണ് പിന്നെയും മണൽ ഇറക്കുമതി ചെയ്യുന്നത്? പലരും കൗതുകത്തോടെ ചിന്തിക്കുന്ന കാര്യമാകും ഇത്. അതിന് കാരണങ്ങൾ പലതാണ്. സൗദിയുടെ കാര്യം തന്നെ എടുക്കാം. സൗദി അറേബ്യ സ്വന്തം ആവശ്യത്തിനുള്ള മണൽ കണ്ടെത്തുന്നത് ഇറക്കുമതിയിലൂടെയാണ്. ഓസ്ട്രേലിയ, ചൈന, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറെയും ഇറക്കുമതി ചെയ്യുന്നത്. മരുഭൂമിയിലെ മണലെടുത്ത് ഉപയോഗിച്ചുകൂടെ എന്ന് ചിന്തിക്കാൻ വരട്ടെ. കെട്ടിട നിർമ്മാണം അടക്കമുള്ള പല ആവശ്യങ്ങൾക്കും മരുഭൂമിയിലെ മണൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നതാണ് സത്യം. കോടികൾ ചിലവിടുന്ന വിഷൻ 2030 പദ്ധതി അടുത്തിരിക്കെ മണൽ ഇറക്കുമതിയും വർദ്ധിച്ചതായി കണക്കുകൾ പറയുന്നു. സൗദിയിൽ മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ മണൽ ഇറക്കുമതിയും കൂടിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ 95% മണൽ നിറഞ്ഞ മരുഭൂമിയാണ്. എങ്കിലും ഈ മണൽ കെട്ടിട നിർമ്മാണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ കാണപ്പെടുന്ന മണലിൽ ഇരുണ്ട നിറത്തിലുള്ള മിനുസമേറിയ ചെറുകല്ലുകൾ ഉണ്ടെന്നതാണ് പ്രധാന തടസ്സം. നദീതടങ്ങൾ, തടാകങ്ങൾ, സമുദ്ര അടിത്തട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണലാണ് സാധാരണ കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നത്. ഗ്ലാസ് നിർമ്മാണം പോലെയുള്ള മേഖലകളിലും ശുദ്ധമായ മണൽ ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മണൽ കയറ്റുമതി രാഷ്ട്രങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. 2023 $1.4 ലക്ഷം സ്വാഭാവിക മണൽ ഓസ്ട്രേലിയയിൽ നിന്നും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. സൗദിക്ക് പുറമെ UAE, ഖത്തർ പോലുള്ള ഗൾഫ് രാജ്യങ്ങളും വലിയ തോതിൽ മണൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. US ആണ് മണൽ കയറ്റുമതിയിലെ ഒന്നാം സ്ഥാനക്കാർ. കേരളത്തിലെ 14 നദികളിൽ 1.7 കോടി ടൺ മണലുണ്ടെന്നാണ് അടുത്തിടെ നടന്ന മണൽ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത്. ചില്ലറ വിപണിയിൽ കിലോഗ്രാമിന് 6 രൂപയോളം മണലിന് വിലയുണ്ട്. അങ്ങനെ കണക്കാക്കിയാൽ 10,000 കോടി രൂപയുടെ മണൽ നമ്മുടെ നദികളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് കണക്ക്.